അപ്പോൾ ഈ സ്നേക്ക് പ്ലാന്റ് നമ്മൾ ഇൻഡോറിൽ വെക്കുകയാണെങ്കിൽ വായു ശുദ്ധീകരിക്കുവാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്. അതോടൊപ്പം തന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങളെ ചെറുത്തു നിൽക്കാനും ഈ ഒരു പ്ലാന്റിന് കഴിവുണ്ട്. അതായത് ക്യാൻസറിന് കാരണമാകുന്ന മലിനീകരണ വസ്തുക്കളെ ആഗിരണം ചെയ്യുവാനും അത് വിഷമുക്തമാക്കുവാനുമുള്ള കഴിവ് ഈ ഒരു സ്നേക്ക് പ്ലാന്റിനുണ്ട്. അപ്പോൾ ഈ സ്നേക്ക് പ്ലാന്റിന് എത്രത്തോളം മഹത്വമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇൻഡോറിൽ നമ്മൾ നട്ടു വളർത്തുകയും വേണം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വന്നത്. ഇന്ന് ഞാൻ സ്നേക്ക് പ്ലാന്റിൻ്റെ വീഡിയോയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പം, നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിചരണവും ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണിത്. അതുപോലെ മറ്റുള്ള പ്ലാന്റ്സൊക്കെ വളരെ നല്ലതാണ്, പക്ഷേ കുറേ അധികം നമ്മൾ കെയർ ചെയ്യണം നന്നായിട്ട് നിലനിൽക്കാൻ വേണ്ടി. നല്ലൊരു മഴയാണെങ്കിൽ ചില പ്ലാന്റൊക്കെ നശിച്ചു പോകും. അതുപോലെ തന്നെ നന്നായിട്ട് വെയിൽ കൊള്ളുകയാണെങ്കിൽ ചിലതൊക്കെ കരിഞ്ഞു പോകും. പക്ഷേ നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റ് ഉണ്ടല്ലോ, ഏതൊരു കാലാവസ്ഥയിലും അതിജീവിക്കുന്ന നല്ലൊരു പ്ലാന്റാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 3 വെറൈറ്റി സ്നേക്ക് പ്ലാന്റ്സ് ആണ് ഉള്ളത്. ഒന്ന് ഇത് അത്ര ഹൈറ്റിൽ വളരാത്തൊരു വെറൈറ്റിയാണ്, ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. അതുപോലെ ഇതിൻ്റെ ലീഫ് കുറച്ച് ലെങ്ത്തുള്ള ലീഫുള്ള ഒരു വെറൈറ്റിയും കൂടെ ഉണ്ട്, അതാണിത്. അപ്പോൾ ഇത് പഴയ ഒരു പോട്ടിലാണുള്ളത്. ഇത് ഔട്ട്സൈഡിൽ വെച്ചതായിരുന്നു. മഴയും വെയിലും അതൊക്കെ കൊണ്ട് ചെടിക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. പക്ഷേ ഈ പോട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇത് ഇൻഡോറിലേക്കൊന്ന് സെറ്റ് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇൻഡോറിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും എന്തൊക്കെ വളങ്ങളാണ് ചേർക്കേണ്ടതെന്നും ഏതൊക്കെ മണ്ണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഞാൻ ഇൻഡോറിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പുതിയ തൈകൾ നട്ട് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് നല്ല ഹൈറ്റിൽ ഇങ്ങനെ തന്നെ വെക്കണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ഞാനിങ്ങനെ തന്നെ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് പഴകിയതൊക്കെ മാറ്റി പിന്നെ ഇതേപോലെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. ഇത് യെല്ലോയും ഗ്രീനും ഉള്ളൊരു വെറൈറ്റിയാണ്. ഇതിന് നല്ല ഫ്ലവർ ഉണ്ടാവും. ഇതിൻ്റെ ഫ്ലവർ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വളരെ ഭംഗിയുള്ള ഒരു ഫ്ലവറാണ്. ഇതിൻ്റെ ഈ സെൻട്രൽ ഭാഗത്ത് നിന്ന് ഈ ലീഫിൻ്റെ കൂടെ തന്നെ മുകൾ ഭാഗത്തോട്ട് വളരുന്ന നല്ലൊരു പൂവാണ്. ഇപ്പോൾ 2 പോട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊരു ബ്ലാക്ക് കളറുള്ള ഒരു പോട്ടാണ്. ഡ്രെയിനേജ് ഹോളൊക്കെ ഉണ്ട്. അതുപോലെ അതിൻ്റെ കപ്പും. ഇൻഡോർ പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ ഡ്രെയിനേജ് ഹോളില്ലെങ്കിൽ ഇതിനകത്ത് വെള്ളം കെട്ടി നിന്നിട്ട് ഇതിൻ്റെ തണ്ട് ചീഞ്ഞു പോകും, പിന്നെ പെട്ടെന്ന് നശിച്ചു പോകും. ഇങ്ങനെ പോട്ട് ഉള്ളതാണെങ്കിൽ ഇതിലോട്ട് നമ്മൾ നനച്ച് കൊടുക്കുന്ന വെള്ളം അതോടൊപ്പം മണ്ണ് വന്നിട്ട് ഇതിൽ കെട്ടിക്കിടക്കും. നമുക്ക് ഇടയ്ക്ക് എടുത്തിട്ട് ഇത് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഈ സ്നേക്ക് പ്ലാന്റിന് ഡെയിലി വാട്ടറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണെങ്കിൽ കൂടെ നല്ല ഭംഗിയാണ് ഇതേപോലുള്ള പോട്ടിൽ വെച്ചാൽ. അപ്പോൾ ഇങ്ങനെ 2 പോട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിലും വലിയ പോട്ടും കിട്ടും. ഓൺലൈനിലും അതുപോലെ നഴ്സറികളിലൊക്കെ പോട്ട് കിട്ടുന്നതാണ്. സ്നേക്ക് പ്ലാന്റിന് അത്യാവശ്യം നന്നായിട്ട് റൂട്ട് വരുന്ന പ്ലാന്റാണ്. റൂട്ട് നിറഞ്ഞു നിൽക്കും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ഒരു പോട്ട് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി, ഒരല്പം ചാണകപ്പൊടിയുണ്ട്. പിന്നെ ഇത് മണലാണ്. ചകിരിച്ചോറോ അല്ലെങ്കിൽ മണലോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചകിരിച്ചോറ് പക്ഷേ ഔട്ട്സൈഡിൽ വെക്കുമ്പോഴാണ് കൂടുതൽ നല്ലത്. ഇൻഡോറിൽ വെക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള മണലാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഈ മണ്ണിന് നല്ല ഒരു ഇതുണ്ടാവും, നീർവാർച്ച ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വേരുകളൊക്കെ നന്നായിട്ട് ഈ ഒരു മണ്ണിൽ നിൽക്കുകയും ചെയ്യും. കൂടുതലായിട്ടും ഞാൻ എടുക്കുന്നത് മണലും അതുപോലെ ചുവന്ന മണ്ണുമാണ്. ചാണകപ്പൊടി കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം കൂടുതൽ വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ കൂടുതൽ വളം ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ 3 മാത്രം മതി. പിന്നെ ചാണകപ്പൊടി നല്ല ഫ്രഷായിട്ട് ഈ ചെടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെയും ആവശ്യമില്ല, കാരണം ഇത് നമുക്ക് കൂടുതൽ അങ്ങനെ വളരേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഇത് വളർന്ന ചെടിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വളരാത്ത ചെറിയ തൈയൊക്കെ ആണെങ്കിൽ ഒരല്പം വളം ചേർക്കുന്നതും വളരെ നല്ലതായിരിക്കും.
നമ്മളിൽ പലരും ഈ വാസ്തുശാസ്ത്ര പ്രകാരമാണ് സ്ഥലം വാങ്ങുന്നതും വീട് വയ്ക്കുന്നതും അതുപോലെ പല കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരും എന്നതാണ് ഇതുകൊണ്ടുള്ള കാര്യം. അതുപോലെ തന്നെ വാസ്തുശാസ്ത്ര പ്രകാരം ഈ സ്നേക്ക് പ്ലാന്റ് ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിന് ഉപകാരമാണെന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആവാം കൂടുതലായിട്ടും ഈ ജ്വല്ലറിക്ക് മുന്നിലും അതുപോലെയുള്ള ഷോപ്പുകൾക്ക് മുന്നിലൊക്കെ ഒരു അലങ്കാര ചെടിയായിട്ട് നമ്മൾ സ്നേക്ക് പ്ലാന്റ് കാണാറുണ്ടല്ലേ. അതുപോലെ പല വീടുകളിലും അകത്തളങ്ങളിൽ ഈ സ്നേക്ക് പ്ലാന്റ് കാണാം. ഇതുകൊണ്ടൊക്കെ തന്നെ വാസ്തുശാസ്ത്ര പ്രകാരം ഈ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടോ തന്നെ ആവാം സ്നേക്ക് പ്ലാന്റ് നമ്മൾ അകത്തളങ്ങളിൽ നട്ട് വളർത്തുന്നത്. അപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചുവന്ന മണ്ണും അതുപോലെ മണലും ചാണകപ്പൊടിയും ചേർന്നിട്ടുള്ള മിക്സ് ഒരു പകുതി ഭാഗത്ത് മാത്രം ഇട്ട് കൊടുക്കുക. അതായത് പഴകിയ നല്ല വേരുള്ള പ്ലാന്റ് ആണ് വെക്കുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ 3/4 ഭാഗത്തോളം മണ്ണിട്ടതിന് ശേഷം നട്ട് പിടിപ്പിക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ല വേരുള്ള ഒരു പ്ലാന്റ് ആണ് ഞാൻ നട്ട് പിടിപ്പിക്കാൻ പോകുന്നത്. വേരൊന്നും മുറിച്ച് മാറ്റുന്നില്ല. ഇതിപ്പോൾ നമ്മൾ വേരൊക്കെ മുറിച്ച് മാറ്റിയാലും ഈ തണ്ട് മാത്രം വെച്ചാലും വളരും. പക്ഷെ എനിക്ക് ഇങ്ങനെ തന്നെ വെക്കണം എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ഇതിൽ ഞാൻ ഒരു പകുതി ഭാഗത്ത് മണ്ണിട്ടതിന് ശേഷം ഈ വേരോട് കൂടി തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ബാക്കി മണ്ണും കൂടെ അതിന് മുകളിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ പരിപാലനം മാത്രം ആവശ്യമുള്ള ചെടിയാണ് സ്നേക്ക് പ്ലാന്റ്. നമുക്ക് വേണമെങ്കിൽ കിച്ചണിൽ വെക്കാം, അതുപോലെ ബെഡ്റൂമിൽ, ഓഫീസ് റൂം, ഡൈനിങ് റൂം ഇവിടങ്ങളൊക്കെ നമുക്കിത് സെറ്റ് ചെയ്യാം. ഇത് കൂടുതൽ ബ്രാഞ്ചായിട്ട് അങ്ങനെ വളരുകയൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒതുങ്ങി നിൽക്കും. അതോടൊപ്പം തന്നെ നല്ല വായു ശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് സ്നേക്ക് പ്ലാന്റ് വളർത്തിയെടുക്കാവുന്നതാണ്. വളരെ നല്ല ഒരു പ്ലാന്റാണ്. ഈ പൊല്യൂഷനൊക്കെ ഇല്ലാതാക്കി അന്തരീക്ഷം ശുദ്ധീകരിക്കുവാൻ നമുക്ക് ഈ പ്ലാന്റ് കൊണ്ട് കഴിയുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യേണ്ടതാണ്. ഒട്ടും വെളിച്ചമില്ലാത്ത ഭാഗത്ത് പോലും നന്നായിട്ട് വളരുന്ന ചെടിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബെഡ്റൂമിലൊക്കെ ഇത് വളർത്തിയെടുക്കാൻ പറ്റും. ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ ഔട്ട്സൈഡിലാണെങ്കിലും ഏതൊരു കാലാവസ്ഥയിലും അതിജീവിക്കും. നല്ല വേനൽക്കാലമാണെങ്കിലും മഴക്കാലമാണെങ്കിലും ഒക്കെ ഒട്ടും നശിക്കാതെ അതിജീവിക്കുന്ന ഒരു പ്ലാന്റാണിത്. ഇത് നട്ടതിന് ശേഷം ഞാൻ വെറും മണൽ അല്പം ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോണൊക്കെ വെച്ചിട്ട് ഇത് അലങ്കരിക്കാവുന്നതാണ് ഇൻഡോറിൽ വയ്ക്കുമ്പോൾ. ഏറ്റവും കൂടുതലായിട്ട് ഓക്സിജൻ പുറത്തോട്ട് വിടുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റ്. ഇത് ആസ്മ രോഗികളൊക്കെയുള്ള വീടാണെങ്കിൽ അവിടെ റൂമിലൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ അലർജി അസുഖങ്ങളൊക്കെ കുറയ്ക്കുവാൻ ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്ക് സാധിക്കുന്നു. ഇത് ഈർപ്പം പുറപ്പെടുവിക്കുകയും അത് വായുവിൽ കലർന്ന് വായുവിലുള്ള പൊടിപടലങ്ങളൊക്കെ വലിച്ചെടുത്ത് അതിലൂടെ ഉണ്ടാകുന്ന അലർജിയൊക്കെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു പ്ലാന്റാണ്. വലിയ പരിചരണമൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്. ഇതിന് 2-3 ആഴ്ച കൂടുമ്പോൾ മാത്രം വെള്ളം കൊടുത്താൽ മതി. അതുപോലെ ശൈത്യകാലത്താണെങ്കിൽ ഒട്ടും നനച്ചില്ലെങ്കിലും ഇത് നശിക്കാതെ നിൽക്കും. നമ്മൾ ഇതിൻ്റെ ടോപ്പ് സോയിലൊന്ന് തൊട്ട് നോക്കിയാൽ മതി. ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് അല്പം വെള്ളം കൊടുത്താൽ മതി. പിന്നെ കൂടുതൽ വെള്ളം നനച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ തണ്ടുകളൊക്കെ ചീഞ്ഞ് പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റോണൊക്കെ വെച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ റൂട്ടുകളൊന്നും മുകളിൽ പൊങ്ങി വരില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല നീറ്റായിരിക്കും. ഇത്രയൊക്കെയാണ് സ്നേക്ക് പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.